ഹായ് എവരിവൺ, എല്ലാവർക്കും സൈബർടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ISPയുടെ WAN കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അത് കേരള വിഷൻ ആവും, ഏഷ്യാനെറ്റ് ആവും, ഏതും ആവും. അപ്പോൾ നമ്മുടെ ISP WAN കോൺഫിഗറേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം ഒരു മോഡത്തിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതൊരു ബ്രോഡ്ബാൻഡ് സർവീസിന് ആപ്ലിക്കബിൾ ആണ് എന്ന് ഞാൻ കാണിക്കുന്നത് കേരള വിഷന്റെ ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എക്സാക്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് WAN അല്ലെങ്കിൽ VLAN ID ഒരു നമ്പർ ഉണ്ട്. ആ VLAN ID നിങ്ങളുടെ ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബർ അക്കൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കേരള വിഷൻ മോഡം കോൺഫിഗർ ചെയ്യുന്നത് WAN കോൺഫിഗറേഷൻ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് റൗട്ടറിൻ്റെ IP അഡ്രസ് എടുക്കണം. എൻ്റെ റൗട്ടറിൻ്റെ IP അഡ്രസ് 192.168.18.1 ആണ് എൻ്റെ റൗട്ടറിൻ്റെ IP അഡ്രസ്. അപ്പോൾ നിങ്ങളുടെ റൗട്ടറിൻ്റെ IP അഡ്രസ് അറിയണമെങ്കിൽ നിങ്ങളുടെ മോഡത്തിൻ്റെ ബാക്ക് സൈഡിൽ സർവീസ് ടാഗ് ഉണ്ട്. സർവീസ് ടാഗിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് എടുത്താൽ അവിടെ അവിടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ CMD ടൈപ്പ് ചെയ്താൽ മതി. സ്റ്റാർട്ടിൽ CMD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമാൻഡ് പ്രോംപ്റ്റ് വരും. അവിടെ റൺ ആസ് അഡ്മിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് നമ്മുടെ റൗട്ടറിൻ്റെ പാസ്വേഡ് നിങ്ങളുടെ ബാക്ക് സൈഡിൽ ഇല്ലെങ്കിൽ നമുക്ക് കൂടി ചെക്ക് ചെയ്യാൻ പറ്റും. IP config കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡേറ്റ വരും. ആ ഡേറ്റയിൽ നിങ്ങൾ വയർലെസ് LAN അഡാപ്റ്റർ ആണ്, വൈഫൈ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വയർലെസ് LANും അല്ല, LAN ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈതർനെറ്റ് ചെക്ക് ചെയ്യണം. ഇതിപ്പം നിങ്ങൾക്ക് വൈഫൈ അഡാപ്റ്ററിൻ്റെ ഈ ഒരു ഡിഫോൾട്ട് ഗേറ്റ് വേ ആണ് നിങ്ങളുടെ റൗട്ടർ പേജിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത്. ഇത് തന്നെ എപ്പോഴും എടുക്കുക. എൻ്റെ കേസിൽ ഞാൻ വേറൊരെണ്ണം എടുക്കുന്നത്. കാരണം ഇതെൻ്റെ ഞാൻ ഇപ്പോൾ ഈ ലാപ്ടോപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു വൈഫൈ എക്സ്റ്റൻഡറിലാണ്. അതുകൊണ്ടാണ് വൈഫൈ എക്സ്റ്റൻഡറിന്റെ ഒരു ഡിഫോൾട്ട് ഗേറ്റ് കാണിക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ റൗട്ടർ പാസ്വേഡ്, റൗട്ടറിന്റെ IP അഡ്രസ് എന്താണെന്നോ അതിവിടെ കാണിക്കും. അപ്പോൾ ഞാനത് ലോഗിൻ ചെയ്തു. എൻ്റെ EP അഡ്മിൻ EP 2 ക്യാപിറ്റലാണ്. അപ്പോൾ നെറ്റ് ലിങ്കിന്റെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം. എൻ്റെ യൂസർ നെയിം പാസ്വേഡും ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പോൾ ഇത് ഞാൻ വോവയുടെ മോഡത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ മോഡത്തിലും സെയിം ആയിരിക്കും. അധികം വ്യത്യാസങ്ങളൊന്നും കാണില്ല. കാരണം WAN കോൺഫിഗറേഷൻ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തു. അപ്പം ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹോം പേജിൽ വരും. അവിടെ നമുക്ക് കണക്ഷൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇപ്പോൾ കാണാൻ പറ്റും. കണ്ടില്ലേ, കണക്റ്റഡ് ആണ്, എല്ലാം ലൈവ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇനി ചെയ്യേണ്ടത് അഡ്വാൻസ് ക്ലിക്ക് ചെയ്യണം. അഡ്വാൻസ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു കോൺഫിഗറേഷൻ പേജ് വന്നു. WAN കോൺഫിഗറേഷൻ പേജ് ഇല്ല, ഡയറക്റ്റ് ഓപ്പൺ ആയി വന്നതാണ്. ഞാൻ വേറെ ക്ലിക്ക് ചെയ്തില്ല. അഡ്വാൻസ് ക്ലിക്ക് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് ലിങ്ക് മോഡൊക്കെ ആണെങ്കിൽ നെറ്റ്വർക്കിന്റെ സെറ്റിംഗ്സിന് അണ്ടറിലായിരിക്കും വരുന്നത് WAN കോൺഫിഗറേഷൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം. ഞാൻ ഇവിടെ എൻ്റെ കറണ്ട് കോൺഫിഗറേഷൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എനിക്കിനി വേറെ ന്യൂ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ അതിനകത്ത് ഒന്നും മാറ്റാനില്ല. നിങ്ങളുടെ ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്ത് എന്താണ് നിങ്ങളുടെ VLAN ID എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. VLAN ID തരുന്നത് ISP ആയിരിക്കും. അതിപ്പോൾ VLAN ID നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ VLAN ID ഇതാണ്. അതൊന്നും ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ നിങ്ങളുടെ വൈഫൈ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇത് കോൺഫിഗർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇന്റർനെറ്റ്. അപ്പോൾ VLAN ID ആയത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ന്യൂ എടുക്കുക. ന്യൂ എടുത്തിട്ട് ഞാനൊരു പുതിയ ഒരു കോൺഫിഗറേഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കും നിങ്ങളെ. അപ്പോൾ എൻ്റെ എക്സിസ്റ്റിങ്ങിൽ തൊട്ട ഇന്റർനെറ്റ് പോകും. അതുകൊണ്ട് ഞാൻ പുതിയൊരു കോൺഫിഗറേഷൻ ആണ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ മോഡ് എങ്ങാനും റീസെറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഓപ്പറേറ്ററിനെ വിളിച്ച് നിങ്ങൾ VLAN ID എന്താണെന്ന് ചോദിച്ചാൽ മതി. ആ ഒരു VLAN ID മാത്രം കിട്ടിയാൽ മതി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എനേബിൾ WAN ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് PPPoE എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ അത് സെലക്ട് ചെയ്തെടുക്കുക. PPPoE ആയിരിക്കണം എൻകാപ്സുലേഷൻ മോഡ്. എപ്പോഴും ഇതൊന്ന് ശ്രദ്ധിക്കുക. എൻകാപ്സുലേഷൻ മോഡ് എപ്പോഴും PPPoE ആയിരിക്കണം. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് IPv4 ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും IPv4 സെലക്ട് ചെയ്യുക, പ്രോട്ടോകോൾ ടൈപ്പ്. കാരണം നമ്മൾ കേരള വിഷനൊക്കെ IPv4 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ IPv4 സെലക്ട് ചെയ്യുക. WAN മോഡ് എപ്പോഴും റൗട്ടർ WAN ആക്കുക. WAN മോഡ് റൂട്ട് WAN ആക്കുക. അപ്പം സർവീസ് ടൈപ്പ് ഇന്റർനെറ്റ് തന്നെയാണ്, ഒരു മാറ്റമില്ല ഇതിനകത്ത്. പിന്നെ ഇവിടെ എനേബിൾ VLAN അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ VLAN ID എന്നുള്ളത് നിങ്ങളുടെ ഓപ്പറേറ്ററിനോട് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് പുള്ളി പറഞ്ഞു തരും. ആ ഒരു VLAN ID നമ്പർ ഈ ഒരു 1 തൊട്ട് 4094 ഇടയ്ക്കുള്ളൊരു നമ്പർ ആയിരിക്കും. അത് നിങ്ങളുടെ ഓപ്പറേറ്ററിനോട് ചോദിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് അയാൾ പറഞ്ഞു തരും. അപ്പം തൊട്ട് താഴെ ഈ ഒരു പോളിസി യൂസർ സ്പെസിഫൈഡ്
വാല്യൂ എന്നുള്ളത് തന്നെ ക്ലിക്ക് ചെയ്യുക. ഒരു മാറ്റമില്ല അതിനകത്ത്. ഏറ്റവും താഴെ വരുന്നതിൽ 0 തന്നെയാണ് വാല്യൂ വരുന്നത്. 8.2.1p എന്നുള്ളത് ഒരു മാറ്റവും ഇല്ലാതെ 0 തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് MRU എന്നുള്ളത് അത് നിങ്ങൾ 1492 ആണ് അവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടത്. 1492. അപ്പോൾ അവിടെ 1492 തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക MRU. അപ്പം അത് ഈ 121540 നമ്പറാണ് MRU വരുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് MRU വാല്യൂ കൊടുത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്ററിന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഇതൊന്ന് കൊടുത്ത് നോക്കുക. വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ ഓപ്പറേറ്ററിനെ കോൺടാക്ട് ചെയ്ത് MRU വാല്യൂ മേടിക്കുക. പിന്നെ യൂസർ നെയിം നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കേരള വിഷന്റെ പോർട്ടലിലൊക്കെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യൂസർ നെയിം ഉണ്ട്. അതായിരിക്കും നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ആൻഡ് നിങ്ങളുടെ മൊബൈലിന്റെ അവസാനത്തെ 4 ഡിജിറ്റ് ആണ് യൂസർ നെയിം വരുന്നത്. പാസ്വേഡും അത് തന്നെ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മൊബൈൽ നമ്പറിന്റെ അവസാനത്തെ 4 അക്കം അതായിരിക്കും യൂസർ നെയിം പാസ്വേഡും വരുന്നത്. അടുത്തത് നമുക്ക് എനേബിൾ ചെയ്യേണ്ടുന്നത് LAN 1, LAN 2, LAN 3, LAN 4 ഒരു SSID ഇത്രയും നിങ്ങൾ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു വൈഫൈ എനേബിൾ ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ LAN പോർട്ട് എനേബിൾ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും 4 ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ IP അക്വസിഷൻ മോഡ് എന്നൊരു മോഡുണ്ട് ഇവിടെ ഉണ്ട്. IP അക്വസിഷൻ മോഡ് അവിടെ PPOE തന്നെയാണോ സെലക്ട് ആണോ നോക്കുക. പിന്നെ എനേബിൾ നാറ്റ്, ഈ നാറ്റ് എനേബിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് മോഡാണ് സെലക്ട് ചെയ്യേണ്ടുന്നത്. പോർട്ട് റെസ്ട്രിക്റ്റഡ് മോഡ് ഇവിടെ ഒരു ഇത് കാണാൻ പറ്റും. അതല്ല ഫുൾ കോൺ നാറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്നത് പോർട്ട് റെസ്ട്രിക്റ്റഡ് കോൺ എന്നാണ്. ഇപ്പൊ പല ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നാറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്, അത് എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ് എന്നോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് മാറ്റി കൊടുത്താൽ ചിലപ്പോൾ അത് ശരിയാവുമായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഫീൽഡ് ഞാൻ ഇതിൽ കണ്ടു, അല്ലെങ്കിൽ ഒരു സെറ്റിംഗ്സ് ഞാൻ കണ്ടു. ഇതിൽ റെസ്ട്രിക്റ്റഡ് മാറ്റിയിട്ട് ഫുൾ കോൺ നാറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ ഒരു റെസ്ട്രിക്ഷനൊക്കെ മാറുമായിരിക്കും, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്ററായിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് പോർട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. അത് നമുക്ക് ഡയലിംഗ് മെത്തേഡ് ഓട്ടോമാറ്റിക് ആക്കണം. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കോൺഫിഗറേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന്, മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ശുഭദിനം.